भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददान्ति सुपदान्तिकं। वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिविशाखान्वितंश्च हे कृष्ण करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्ता राधाकान्ता नमोस्तुते तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपदाय कृष्णपृष्ठाय भूतले श्रीहरे भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौरभक्तवृंद हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे ഹരേ കൃഷ്ണ ഹരി ഓം തത്സത്. എല്ലാ ഭക്തജനങ്ങൾക്കും ഇന്നത്തെ ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സ്വാഗതം. ഹരി ബോൾ. നമുക്ക് ശ്ലോകം തൊട്ട് തുടങ്ങാം അല്ലേ? ഓക്കെ, മാതാജിനെ തുടങ്ങുന്ന. ചാവേക്ഷ്യാനാവികമ്പിതുമർഹസി ധർമ്മ്യാധിയുദ്ധശ്രേയോന്യാത് ക്ഷത്രിയസ്യ ന വിദ്യതേ. ട്രാൻസ്ലേഷൻ ദീപ്തിമതി മാതാജി. Krishna Prabhuji, yeah, just a second. I'm not able to see properly. Considering your specific duty as a Kshatriya, you should know that there is no better engagement for you than fighting on religious principles, and so there is no need for hesitation. Very good. Considering your specific duty as a Kshatriya, you should know that there is no better engagement for you than fighting on religious principles. And so there is no need for hesitation. ഭഗവാൻ കൃഷ്ണൻ വളരെ കാറ്റഗറിക്കലി പറയുന്നതാണ്, വളരെ സ്പെസിഫിക്കലി പറയുകയാണ്. അതായത് ക്ഷത്രിയന്മാരുടെ ഡ്യൂട്ടി എന്താണ്? നമ്മൾ ഈ ചാതുർവർണ്ണം മായാസൃഷ്ടം ഗുണകർമ്മ വിഭാഗശ ഈ വർണ്ണങ്ങളെല്ലാം ഭഗവാന്റെ തന്നെ സൃഷ്ടിയാണ്. അതുകൊണ്ട് ഒരു വിംസിക്കലി ഒരു കാറ്റഗറി ഉണ്ടാക്കിയതല്ല ആരെങ്കിലും. പക്ഷെ ജാതി വ്യവസ്ഥ ഡെഫിനറ്റ്ലി നമ്മൾ മനുഷ്യരുണ്ടാക്കിയതാണ്. പക്ഷേ ഈ വർണ്ണാശ്രമ വ്യവസ്ഥ ഭഗവാൻ തന്നെ ഉണ്ടാക്കിയതാണ് അല്ലേ? അപ്പോൾ ഓരോ വർണ്ണത്തിനും ഓരോ പ്രിസ്ക്രൈബ് ഡ്യൂട്ടീസ് ഭഗവാൻ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. ക്ഷത്രിയന്മാരുടെ ഡ്യൂട്ടി എന്താണ്? ധർമ്മത്തിനെ രക്ഷിക്കുക, ധർമ്മ പരിപാലനം ചെയ്യുക, അതല്ലേ? ഓക്കെ, അത് ആ പരിപാലനം ശരിക്കും നടക്കാത്തത് കൊണ്ടാണ് ഭഗവാൻ ഇവിടെ വരേണ്ടി വന്നത്, അവതരിക്കേണ്ടി വന്നതല്ലേ? ദ സോ കോൾഡ് കിങ്സ്, ദേ വർ നോട്ട് ഡൂയിങ് ദെയർ ധർമ്മ പ്രോപ്പർലി. അവർ അട്രോസിറ്റീസ് ചെയ്യായിരുന്നു. പേരിന് മാത്രം അവർ രാജാക്കന്മാരായിരുന്നു, പക്ഷേ പ്രജകളെ രക്ഷിക്കുന്ന കാര്യങ്ങളൊന്നും അവർ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പം അത് കാരണം തന്നെയാണ് ഭഗവാന്റെ അവതരണം ഉണ്ടായത്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത, അല്ലേ? അപ്പോൾ എവിടെ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നു അവിടെ ഭഗവാൻ അവതരിക്കും. ക്ഷത്രിയന്മാർ അവരുടെ ദൗത്യം, അവരുടെ കർമ്മം നിറവേറ്റുന്നില്ലെങ്കിൽ അപ്പോൾ അതിനെ ശരിയാക്കാൻ, അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാൻ തന്നെ അവതരിക്കേണ്ടി വരുന്നു. അല്ലെങ്കിൽ ഭഗവാൻ തന്നെ പ്രതിനിധികളെ ഭഗവാൻ അയക്കും. അപ്പോൾ ഇവിടെ അർജുനൻ ആരാണ്? അർജുനൻ ഒരു ക്ഷത്രിയനാണ്. അദ്ദേഹത്തിന്റെ ധർമ്മം എന്താണ്? പ്രജകളെ പാലിക്കുക, ധർമ്മം രക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനും വലിയായിട്ടുള്ളൊരു ധർമ്മം ക്ഷത്രിയനില്ല, അർജുനന് ഇവിടെ പാലിക്കാനില്ല. അപ്പം അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, കൺസിഡറിങ് യുവർ സ്പെസിഫിക് ഡ്യൂട്ടി ആസ് എ ക്ഷത്രിയ. ക്ഷത്രിയന്റെ വർണ്ണത്തിലാണ് അർജുനൻ അല്ലേ? അപ്പോൾ യു ഷുഡ് നോ ദാറ്റ് ദർ ഇസ് നോ ബെറ്റർ എൻഗേജ്മെന്റ്. അതല്ലാതെ വേറൊരു ദൗത്യം അവിടെ ഇല്ല, വേറൊരു കർമ്മം അർജുനെ സംബന്ധിച്ചോളം അവിടെ ചെയ്യാനില്ല. ഫോർ യു ദാൻ ഫൈറ്റിംഗ് ഓൺ റിലീജിയസ് പ്രിൻസിപ്പിൾ ആൻഡ് സോ ദർ ഈസ് നോ നീഡ് ഫോർ ഹെസിറ്റേഷൻ. അതുകൊണ്ട് സംശയിക്കേണ്ട ഒരു ആവശ്യമില്ല ആ യുദ്ധത്തിൽ പങ്കെടുക്കാൻ, യുദ്ധം ചെയ്യാനാണ് പറയുന്നത്. ആ യുദ്ധം ചെയ്യുന്നത് സ്വന്തം വ്യക്തി താല്പര്യത്തിന് മാത്രമല്ല, ഇത് ധർമ്മത്തിനെ പാലിക്കാനും മറ്റുള്ള പ്രജകളെ രക്ഷിക്കാനും വേണ്ടിയിട്ടാണ്. ധർമ്മച്യുതി സംഭവിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് സംശയിക്കേണ്ട ആവശ്യമില്ല, ധർമ്മത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യാനാണ് വേണ്ടി പറയുന്നത്.
അല്ലാണ്ട് ഒരു വ്യക്തി താല്പര്യത്തിനല്ല അവിടെ പ്രാധാന്യം. ഇവിടെ അർജുനൻ വ്യക്തി താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് ധർമ്മം ചെയ്യാതിരിക്കുന്നത്, അതായത് ഫൈറ്റ് ചെയ്യാതിരിക്കുന്നത്, യുദ്ധം ചെയ്യാതിരിക്കുന്നത്. ഓക്കെ, അവിടെ സ്വന്തം ഒരു വ്യക്തി താല്പര്യമുണ്ട്. അതാണ് അവിടെ സംശയം വരുന്നത്. ഞാൻ ചെയ്യണോ? കാരണം എൻ്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന എല്ലാവരും എൻ്റെ തന്നെ ഒന്നുകിൽ ബന്ധുക്കളാണ്, അല്ലെങ്കിൽ മിത്രങ്ങളാണ്, അല്ലെങ്കിൽ ഗുരുജനങ്ങളാണ്. അവരെ എന്തിനു കൊല്ലണം, എന്തിനു വധിക്കണം? അവരെ വധിച്ചിട്ട് ഞാൻ അല്ലെങ്കിൽ ഈ രാജ്യം എനിക്ക് വാഴണോ എന്നുള്ള സംശയത്തിലാണ്. പക്ഷെ അതിനേക്കാളും ഉപരിയായിട്ട് ഇവിടെ ധർമ്മത്തിനെ രക്ഷിക്കണം എന്നാണ് ഭഗവാന്റെ അഭിപ്രായം. സ്വന്തം വ്യക്തി താല്പര്യത്തിന് വേണ്ടിയിട്ട്, ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് ധർമ്മം ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ യുദ്ധം ചെയ്യാതിരിക്കുക, അത് ഒരു നല്ലൊരു കാര്യമല്ല എന്നാണ് ഭഗവാൻ വീണ്ടും വീണ്ടും ഊന്നി പറയുന്നത് ഇവിടെ. So out of 4 orders of social administration, second order for the matter of good administration is called Kshatriya. Kshat means hurt. One who gives protection from harm is called Kshatriya. Trayate. Kshat Triya. Trayate. അപ്പോൾ ക്ഷത് പറഞ്ഞ ഹർട്ട്. ആര് ഈ ഇങ്ങനത്തെ ക്ഷതത്തിൽ നിന്നും രക്ഷിക്കുന്നു അവരെ ക്ഷത്രിയന്മാരെന്ന് പറയുന്നു, അല്ലേ? സോ ക്ഷത്രിയ, അങ്ങനെയാണ് ഈ വേർഡ് ഉണ്ടായിരിക്കുന്നത്. One who gives protection from harm is called Kshatriya. Trayade, to give protection. The Kshatriyas are trained for killing in the forest. A Kshatriya would go into the forest and challenge a tiger face to face and fight with the tiger with his sword. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അവർക്ക് ഇപ്പോൾ ചില ആൾക്കാർ ചോദിക്കും, നിങ്ങൾ ക്ഷത്രിയന്മാർ കാട്ടിൽ പോയിട്ട് വേട്ടയാടുന്നില്ലേ? ആക്ച്വലി എന്തിനാണ് വേട്ടയാടുന്നത്? അവരുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ടില്ല, മാംസം കഴിക്കാൻ വേണ്ടിയിട്ടല്ല. അവരുടെ ആ ബലം, ശക്തി, അത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനൊരു പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ്. ഇറ്റ്സ് എ പ്രാക്ടീസ് സെഷൻ. അപ്പോൾ അവർ വളരെ നിപുണന്മാരായിരിക്കണം ഈ കലകളിൽ. അപ്പോൾ അവരുടെ എയിമും അവരുടെ ഗോളൊക്കെ വളരെ ക്ലിയർ ആണ്. എന്തിനാണ് അവർ ഈ വേട്ടയാടുന്നത്? ഇറ്റ്സ് നോട്ട് ടു കിൽ ഓർ ടു ഹാം ബട്ട് ടു പ്രാക്ടീസ് their weaponry or archery. അതിന് വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അവർ ഫേസ് ടു ഫേസ് അത്രയും വീരന്മാരായിരിക്കും, അത്രയും ശക്തിമാന്മാരായിരിക്കും. അപ്പോൾ അവർ ഫേസ് ടു ഫേസ് കാട്ടിൽ പോയിട്ട് ഒരു പുലിയോ നരിയോ അല്ലെങ്കിൽ സിംഹത്തിനൊക്കെ അവരെ സോഡ് ഉപയോഗിച്ചിട്ട് ഫൈറ്റ് ചെയ്യും. സോ വെൻ ദ ടൈഗർ വാസ് കിൽഡ് ഇറ്റ് വുഡ് ബി ഓഫേർഡ് റോയൽ ഓർഡർ ഓഫ് ക്രിമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കൊല്ലപ്പെട്ട ആ ടൈഗറിന് റോയൽ ഓർഡർ ഓഫ് ക്രിമേഷനാണ് കൊടുക്കുന്നത്. നമുക്ക് നമ്മുടെ പട്ടാളക്കാർ മരിക്കുമ്പോൾ അവർക്ക് റോയൽ ഓർഡർ ഓഫ് ഇത് കൊടുക്കുന്നില്ലേ, മാട്ടിയിടം. അതേപോലെയാണ് അങ്ങനെ വധിക്കപ്പെട്ട, അങ്ങനെ കൊല്ലപ്പെട്ട ഈ മൃഗങ്ങൾക്കും ആ ഒരു സ്റ്റാറ്റസ് കൊടുക്കുന്നു. ദിസ് സിസ്റ്റം ഹാസ് ബീൻ ഫോളോഡ് ഈവൻ അപ് ടു ദ പ്രസന്റ് ഡേ ഓഫ് ദ ക്ഷത്രിയ കിങ്സ് ഓഫ് ജയ്പൂർ സ്റ്റേറ്റ്. ഇപ്പോൾ വളരെ റീസെൻ്റ്ലി ഉള്ള ക്ഷത്രിയ രാജാക്കന്മാർ ജയ്പൂരിൽ, രാജസ്ഥാനിൽ നമുക്ക് കാണാം, അല്ലേ? ഈവൻ മുഗളിൻ്റെ സമയത്ത് അവർ ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്, പൊരുതിയിട്ടുണ്ട് നമ്മുടെ ധർമ്മം കാത്തുരക്ഷിക്കാൻ വേണ്ടിയിട്ട്. So the Kshatriyas are specially trained for challenging and killing because religious violence is sometimes a necessary factor. അപ്പോൾ ഗാന്ധിയൻ പ്രിൻസിപ്പിൾ കൊണ്ട് നമുക്ക് നമ്മുടെ രാജ്യം ഭരിക്കാൻ നടക്കില്ല. ഭരിക്കാൻ ചെയ്യോ? ഓക്കെ, അത് ആ സമയത്ത് എന്തോ ഒരു ഫ്ലൂക്കിൽ സംഭവിച്ചു, നമുക്ക് കിട്ടിയെന്നല്ലാണ്ട്. പക്ഷേ രാജ്യഭരണം വയലൻസ് ഈസ് എ മസ്റ്റ്. അതിൽ അങ്ങനെയാണെങ്കിൽ പോലീസ് ഫോഴ്സും ഡിഫൻസ് ഫോഴ്സിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എവിടെ വയലൻസ് ഉണ്ടോ, എവിടെ എന്തെങ്കിലും അങ്ങനെ ഒരു ധർമ്മം ആചരിക്കാത്ത അങ്ങനത്തെ ഒരു സമയമുണ്ട്, അവിടെ വയലൻസ് മസ്റ്റാണ്. വയലൻസ് ഇല്ലാണ്ട് നമുക്ക് കാരണം എല്ലാവരും ഈ സൊസൈറ്റിയിൽ എല്ലാവരും നല്ല ആൾക്കാരല്ല. ദർ ആർ എക്സ്ട്രീമിസ്റ്റ്, ടെററിസ്റ്റ്, അല്ലേ? അങ്ങനത്തെ റിബല്യസ് നേച്ചേഴ്സുള്ള ആൾക്കാരുണ്ട് സൊസൈറ്റിയിൽ. അങ്ങനെ ആൻറ്റി സോഷ്യൽ എലിമെന്റ്സ് ഉണ്ട്. അവരെ കൺട്രോൾ ചെയ്യണമെങ്കിൽ വയലൻസ് ഇല്ലാണ്ട് നടക്കില്ല. വയലൻസ് ഈസ് എ മസ്റ്റ് ഫോർ ബ്രിങ്ങിങ് ദ ലോ ആൻഡ് ഓർഡർ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് the Kshatriyas are specially trained for challenging and killing because religious violence is sometimes a necessary factor. Therefore, Kshatriyas are never meant for accepting directly the order of sannyasa or renunciation. അപ്പോൾ ആ വർണ്ണത്തിലുള്ളവർക്ക് സന്യാസം സ്വീകരിക്കാൻ പറ്റില്ല, അതിന് അലൗഡല്ല. കാരണം അവരുടെ ആ ഒരു കോൺഷ്യസ്നെസ് തന്നെ എങ്ങനെയാണ്. അവർ സന്യാസം സ്വീകരിച്ചാലും എന്തെങ്കിലും അനീതി കണ്ടാൽ അപ്പോൾ അവർക്ക് അവരുടെ ചോര തിളയ്ക്കും. അവർ ഇമ്മീഡിയറ്റ്ലി ദേ വിൽ ടേക്ക് ദ വെപ്പൺ ആൻഡ് ദേ വിൽ ഫൈറ്റ്. അപ്പോൾ ഒരു സന്യാസി
ഒരു അങ്ങനെ ഫൈറ്റിങ്ങിൽ ഏർപ്പെടാൻ പാടില്ല. അപ്പോൾ ക്ഷത്രിയൻ എന്ന ആ വർണ്ണത്തിലെ സന്യാസം പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. Directly the order of sannyasa or renunciation. Non-violence in politics may be a diplomacy, but it is never a factor or principle. In the religious law books, it is stated. അപ്പോൾ നോൺ വയലൻസ് ഒരു ഡിപ്ലോമസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അതും ഒരു വെപ്പണാണ്, ഒരു ആയുധമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എവിടെ വയലൻസ് ഉപയോഗിക്കണോ, എവിടെ ഹിംസ ഉപയോഗിക്കണോ അവിടെ ഹിംസ ഉപയോഗിച്ചേ തീരൂ. അവിടെ നമുക്ക് നോൺ വയലൻസ് ആ പോളിസി ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളുടെ സ്വാതന്ത്ര്യ സമയത്ത് നോൺ വയലൻസ് ഒരു ഡിപ്ലോമസി ആയിരുന്നു നമ്മുടെ ഗാന്ധിജിയുടെ, ആൻഡ് ഹി വാസ് സക്സസ്ഫുൾ ആൾസോ. പക്ഷെ എല്ലാ സമയത്തും നമുക്ക് നോൺ വയലൻസ് കൊണ്ട് കാര്യങ്ങൾ സാധിക്കാൻ പറ്റില്ല. ചില സമയത്ത് യെസ് യു ക്യാൻ യൂസ് ഇറ്റ് ആസ് എ ഡിപ്ലോമസി എന്നാണ് പ്രഭുപാദ അവിടെ പറയുന്നത്. എന്താണ് പറയുന്നത്? ആഹവേഷു മിഥോ അന്യോന്യം ജിഘാംസന്തോ മഹീക്ഷിതാം യുദ്ധമാന പരം സക്ത്യ സ്വർഗം യാന്തി അപരാൻമുഖാം യജ്ഞേഷു പശവോ ബ്രഹ്മൻ അന്യത്തെ സതതം ദ്വിജൈ സംസ്കൃത കില മന്ത്രൈശ്ച തേപി സ്വർഗം അവാപ്നുവൻ. In the battlefield, a king or kshatriya, while fighting another king envious of him, is eligible for achieving the heavenly planets after death, as the Brahmanas also attain the heavenly planets by sacrificing animals in the sacrificial fair. അപ്പോൾ ഈ അതായത് ധർമ്മയുദ്ധത്തിൽ പങ്കെടുക്കുന്ന ഏതൊരു വ്യക്തിയും ക്ഷത്രിയന്മാരെ അവരുടെ ഡെസ്റ്റിനേഷൻ എന്താണ്? അറ്റ്ലീസ്റ്റ് ഹെവൻലി പ്ലാനറ്റ്സ്. ഇഫ് ദേ ആർ നോട്ട് ഗെറ്റിംഗ് ഡെലിവേർഡ് ഫ്രം ദിസ് മെറ്റീരിയൽ വേൾഡ്, അറ്റ്ലീസ്റ്റ് അവർക്ക് സ്വർഗം ലഭിക്കും എന്നാണ് പറയുന്നത്. അവരുടെ ഈ ദേഹം വിട്ടുപോയാൽ അവർക്ക് സ്വർഗം ലഭിക്കും. ആൻഡ് ബ്രാഹ്മണന്മാരും, ആസ് ബ്രാഹ്മണാസ് ആൾസോ അറ്റൈൻ ദ ഹെവൻലി പ്ലാനറ്റ്സ് ബൈ സാക്രിഫൈസിങ് ആനിമൽസ് ഇൻ ദ സാക്രി. അപ്പോൾ യജ്ഞം ചെയ്യുന്ന ബ്രാഹ്മണന്മാർക്കും ആ സ്വർഗം ലഭിക്കും എന്നാണ് പറയുന്നത്. ബ്രാഹ്മണന്മാരും അങ്ങനെ യജ്ഞം ചെയ്യുന്നത് അവരുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ടല്ല എന്ന് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. ചൈതന്യ മഹാപ്രഭു ചാന്ദ് കാസിയുടെ ആ കൺവെർസേഷൻ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ മൃഗങ്ങളുടെ യജ്ഞങ്ങൾ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? ഒന്നാമത് ബ്രാഹ്മണന്മാരുടെ ആ മന്ത്രത്തിന്റെ ശക്തിയെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അതിന്റെ പ്യൂരിറ്റിയെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരെ താഴെ നിലുള്ള ആ മൃഗങ്ങളെ ഹോമിക്കുന്നു, എന്നിട്ട് അവരെ റിജുവിനേറ്റ് ചെയ്യുന്നു. അവർക്ക് നല്ലൊരു ജന്മം, നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള ജന്മം കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് അവരുടെ ആ മന്ത്രശക്തി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് അവരെ കൊന്നിട്ട് മാംസം കഴിക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പൊ ഈവൻ ബ്രാഹ്മണന്മാരും അങ്ങനെ ചെയ്യുന്ന ബ്രാഹ്മണന്മാർക്കും സ്വർഗം കിട്ടും എന്നാണ് പറയുന്നത്. അതായത് സ്പിരിച്വൽ എലിവേഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഭൗതിക ലോകത്തിൽ തന്നെ ഒരു നല്ല ലോകം കിട്ടും എന്നാണ് പറയുന്നത്. Therefore, killing on the battlefield on religious principles and killing animals in the sacrificial fire are not at all considered to be the acts of violence, because everyone is benefited by the religious principles involved. The animal sacrifice gets a human life immediately without undergoing the gradual evolutionary process from one form to another. And the Kshatriyas killed on the battlefield also attain the heavenly planets, as do the Brahmanas who attain them by offering sacrifice. അപ്പോൾ അങ്ങനെ യജ്ഞത്തിൽ ഹോമിക്കുന്ന മൃഗങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി അവർക്ക് എന്താണ് കിട്ടുന്നത്? മനുഷ്യജന്മം കിട്ടുന്നു. അപ്പൊ അവർക്ക് എവല്യൂഷണറി പ്രോസസ്സ് കൂടെ പോകേണ്ട ആവശ്യമില്ല. ഒരു ലിവിങ് എൻറ്റി, ഫോർ എക്സാമ്പിൾ ഈച്ച, അതിന്റെ കാലയളവ് കഴിഞ്ഞാൽ അതിന്റെ ദേഹം വെടിച്ചിട്ട് വേറൊരു ശരീരം കിട്ടുന്നു, പൂച്ചയുടെ. അങ്ങനെ പൂച്ച കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു നരിയുടെ, പുലിയുടെ. പക്ഷെ ഇവിടെ ഈ പ്രോസസ്സ് കൂടെ പോകേണ്ട ആവശ്യമില്ല. ഇമ്മീഡിയറ്റ്ലി ഒരു മൃഗത്തിനെ ഹോമിക്കുകയാണെങ്കിൽ അതിന്റെ ആ ഒരു സെറ്റ് പാത്ത് കൂടെ പോകേണ്ട ആവശ്യമില്ല. ഇമ്മീഡിയറ്റ്ലി ഒരു മനുഷ്യജന്മം കിട്ടുന്നു. ആ മനുഷ്യജന്മത്തിന്റെ പ്രാധാന്യം എന്താണ് ഇവിടെ പറയാം. എന്തുകൊണ്ടാണ് മനുഷ്യജന്മം വളരെ ഉയർന്നൊരു ജന്മം എന്ന് പറഞ്ഞ് കാണിച്ചാൽ അതിൽ മാത്രമേ നമുക്ക് നമ്മൾ ആരാണ്, ഭഗവാൻ ആരാണ്, നമ്മുടെ എന്തുകൊണ്ട് ഇവിടെ എന്താണ് നമ്മുടെ ഈ മനുഷ്യജന്മത്തിന്റെ അല്ലെങ്കിൽ ഈ ജന്മത്തിന്റെ ഉദ്ദേശം, ഇതൊക്കെ അറിയാനുള്ള ആ ഒരു കഴിവ് മനുഷ്യജന്മത്തിന് മാത്രമുള്ളൂ. അതുകൊണ്ടാണ് മനുഷ്യജന്മം ഏറ്റവും മീതക്കടയിലുള്ള ഒരു ജന്മമാണെന്ന് പറയുന്നത്. മറ്റുള്ള ജന്മങ്ങളെക്കാട്ടിലും കാണിച്ചാൽ അവിടെ നിന്നും ആർക്കും സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ ഈ അറിവോ ഇല്ല. ഒരു ഹയർ ഇന്റലിജൻസോ ഒരു ഹയർ റീസണിങ് പവറോ മറ്റുള്ള ഒരു ജന്മത്തിലും കിട്ടാത്തത് കൊണ്ടാണ് മനുഷ്യജന്മം കിട്ടുമെന്ന് പറയുന്നത്.
അപ്പൊ ആ മനുഷ്യജന്മം കിട്ടിയാൽ നമുക്ക് ഇവിടെ നിന്ന് ഈ ഭൗതിക ലോകത്ത് നിന്ന് കരകയറാൻ പറ്റും. അതുകൊണ്ടാണ് ക്ഷത്രിയന്മാര് അതേപോലെ ബ്രാഹ്മണന്മാർക്കും അറ്റ്ലീസ്റ്റ് ഈ ഭൗതിക ലോകത്ത് നിന്ന് കരകയറാൻ പറ്റിയില്ലെങ്കിലും ഒരു നല്ല ജന്മം കിട്ടും. ഓക്കെ, നല്ല സ്ഥലത്തേക്ക് പോകാൻ പറ്റും. അവരുടെ ഗതി നല്ല ഗതിയാണ്. സോ എന്തെങ്കിലും പോയിന്റ്സ് ഇതിനുണ്ടോ? എന്തെങ്കിലും കമന്റ്സ്? ഈ പാരഗ്രാഫ് കൂടി വായിക്കാം, എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, there are two kinds of swadharmas, specific duties. Okay, as long as one is not liberated, one has to perform the duties of his particular body in accordance with religious principles in order to achieve liberation. When one is liberated, one's swadharma, specific duty, becomes spiritual and is not in the material body concept. In the bodily conception of life, there are specific duties for the Brahmanas and Kshatriyas respectively, and such duties are unavoidable. Swadharma is ordained by the Lord, and this will be clarified in the 4th chapter. On the bodily plane, Swadharma is called Varnashrama Dharma, or man's stepping stone for spiritual understanding. Human civilization begins from the stage of Varnashrama Dharma, or specific duties, in terms of the specific modes of nature of the body obtained. Discharging one's specific duty in any field of action in accordance with the orders of higher authorities serves to elevate one to the higher status of life. പ്രഭാത പർപ്പോട്ട് പറയുന്ന രണ്ട് തരത്തിലുള്ള സ്വധർമ്മമുണ്ട്, സ്പെസിഫിക് ഡ്യൂട്ടി. ഒന്ന്, നമ്മുടെ ഈ ഭൗതിക ലോകത്തില് നമ്മൾ ബദ്ധാത്മാക്കളാണ്. അപ്പോൾ നമ്മളുടെ ഏത് വർണ്ണത്തിലാണോ ആ വർണ്ണത്തിലെ ധർമ്മം, വർണ്ണാശ്രമ ധർമ്മം പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള അത് ധർമ്മം. പിന്നെ ലിബറേറ്റഡ് സ്റ്റേജിലുള്ള വേറൊരു ധർമ്മം, അത് എന്താണ്? അത് സ്പിരിച്വൽ ആണ്, മറ്റത് മെറ്റീരിയൽ ആണ്. അപ്പോൾ വർണ്ണാശ്രമ ധർമ്മം സ്പിരിച്വൽ അല്ല, അതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്, സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഫോർ സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ ഒന്ന് മെറ്റീരിയൽ, ഒന്ന് സ്പിരിച്വൽ. മെറ്റീരിയൽ ധർമ്മം വർണ്ണാശ്രമ ധർമ്മമാണ്. അതിൽ നമ്മൾ ഏത് വർണ്ണത്തിലാണോ ഇരിക്കുന്നത് ആ വർണ്ണം തീരുമാനിക്കുന്നത് എങ്ങനെ, എന്തടിസ്ഥാനത്തിലാണ് വർണ്ണത്തിനെ തീരുമാനിച്ചിരിക്കുന്നത് ഭഗവാൻ? സരിത മാതാജി, എന്തടിസ്ഥാനത്തിലാണ് വർണ്ണം തീരുമാനിച്ചിരിക്കുന്നത് ഭഗവാൻ? നാല് വർണ്ണങ്ങളാണെന്നറിയാം. അതിനെ അത് ആ വർണ്ണങ്ങൾ ഏത് അടിസ്ഥാനത്തിലാണ് വിഭജിച്ചിരിക്കുന്നത്? ഓരോ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ, കർമ്മങ്ങളുടെ ഗുണകർമ്മ, ഗുണത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ എന്നാ പറഞ്ഞിരിക്കുന്നത്. ഈ 4 വർണ്ണങ്ങളും ഭഗവാൻ തന്നെ സൃഷ്ടിച്ചാണ്. എന്തടിസ്ഥാനത്തില്? ഗുണത്തിന്റെയും. എന്താണ് ഗുണം എന്ന് പറഞ്ഞാൽ മാതാജി? എന്താണ് ഗുണം? അറിയില്ല പ്രഭു. 3 ഗുണങ്ങളെ പറ്റി അറിയില്ലേ? അറിയാം. എന്താണ്? തമോ ഗുണം, രജോ ഗുണം, സത്വഗുണം. ഓക്കെ, ഇതാണ് ഗുണം. അപ്പൊ ഇതിന്റെ അടിസ്ഥാനം, ഈ ഏത് ഗുണത്തിലാണ് ഒരു വ്യക്തി ജീവിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ. ഇപ്പൊ ഞാൻ തമോ ഗുണത്തിലാണെങ്കിൽ ഞാൻ ഏത് വർണ്ണത്തിലായിരിക്കും? താഴേക്കുള്ള വർണ്ണമായിരിക്കും. തമോ ഗുണത്തിലാകുമ്പോൾ എന്താണ്? ശൂദ്ര വിഭാഗത്തിൽ. വെരി ഗുഡ്. സത്വഗുണത്തിലുള്ള ഏതിലായിരിക്കും? ക്ഷത്രിയയും ബ്രാഹ്മണയാണ് വരുന്നത് സത്വഗുണത്തില്. രജോ ഗുണത്തില് ക്ഷത്രിയ. വൈശ്യർ ഏത് ഗുണത്തിലായിരിക്കും? രജോ ഗുണവും തമോ ഗുണവും കൂടെ റൈറ്റ് മാതാജി. ഓക്കെ, ഇങ്ങനെയാണ്. അപ്പോൾ ഭഗവാൻ തന്നെ പറയുന്നത് ചാതുർവർണ്ണ്യം മയാസൃഷ്ടം ഗുണകർമ്മ വിഭാഗശ. ഓക്കെ, അപ്പൊ ഈ 4 വർണ്ണങ്ങളും ഗുണത്തിന്റെയും
മറ്റേ കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. അപ്പൊ 4 നമുക്കറിയാം, ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. ഓക്കെ, ഇവരുണ്ട്. അപ്പൊ ഇത് ഒരു മനുഷ്യരുണ്ടാക്കിയ ഒരു സിസ്റ്റം അല്ല. അപ്പൊ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി പറഞ്ഞിട്ടുണ്ട്. എന്താണ് ബ്രാഹ്മണന്റെ ഡ്യൂട്ടി, എന്താണ് ക്ഷത്രിയന്റെ ഡ്യൂട്ടി, എന്താണ് വൈശ്യന്റെ ഡ്യൂട്ടി, എന്താണ് ശൂദ്രന്റെ ഡ്യൂട്ടി. ഇതെല്ലാം ഈ വർണ്ണത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഒരു മിനിറ്റ് കേട്ടോ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, നമ്മൾ ഇന്നത്തെ കാലത്ത് ഈ വർണ്ണാശ്രമ ധർമ്മം ഉണ്ടോ? ശരിക്കും പാലിക്കുന്നുണ്ടോ? ഇല്ല. ഇന്നത്തെ കാലത്ത് വർണ്ണാശ്രമ ധർമ്മം വളരെ ബുദ്ധിമുട്ടാണ്. എല്ലാവരും, മിക്ക ആൾക്കാരും, നമ്മളുടെ എല്ലാവരുടെയും കോൺഷ്യസ്നെസ് വളരെ ദുർലഭം ആൾക്കാരുടെയാണ് ബ്രാഹ്മണിക്കൽ ക്വാളിറ്റീസ്, അതായത് സത്വ ഗുണത്തിലുള്ള ആൾക്കാർ വളരെ കുറവാണ്. ഓക്കെ, രജോ ഗുണത്തിലുള്ള ആൾക്കാരും അല്ലെങ്കിൽ തമോ ഗുണത്തിലുള്ള ആൾക്കാരാണ് കൂടുതൽ. അതിൽ കൂടുതൽ പെർസെൻറ്റേജ് തമോ ഗുണത്തിലാണ്. കാരണം ഈ വർണ്ണങ്ങളുടെ ആ ഒരു ഇമ്പോർട്ടൻസ് എല്ലാവരും പറയുന്നു ജാതി വ്യവസ്ഥ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. ആരും എസ്പെഷ്യലി ഇന്ത്യയിലെ ഇപ്പോൾ ഒരു ഇതാണ് സമത്വത്തിൻ്റെ ഇതിലെ ജാതി വ്യവസ്ഥയെ വളരെ ഇതായിട്ട് കാണുന്ന ആൾക്കാരാണ്. പക്ഷേ ഇതുപോലത്തെ ജാതി വ്യവസ്ഥയല്ല. ഒരു സൊസൈറ്റി നടക്കണമെങ്കിൽ അവിടെ ബ്രാഹ്മണൻ വേണം, ക്ഷത്രിയൻ വേണം, പിന്നെ വൈശ്യൻ വേണം, ശൂദ്രനും വേണം. ഇതില്ലാണ്ട് ഒരു സൊസൈറ്റി നടക്കില്ല. നമ്മൾ അക്സെപ്റ്റ് ചെയ്താലും ശരി, ചെയ്തില്ലെങ്കിൽ ശരി, ഇത് എപ്പോഴും നിലവിലുണ്ടായിരിക്കണം. എപ്പോഴാണ് ഒരു സൊസൈറ്റി വളരെ സ്മൂത്തായിട്ട് ഫങ്ഷൻ ചെയ്യുള്ളൂ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇതെല്ലാം പറയും, ഇതൊക്കെ നിങ്ങളുടെ ഊഹാപോഹങ്ങളാണ്, ഇതൊന്നും ആവശ്യമില്ല, എല്ലാവർക്കും സമത്വം വേണം എന്നുള്ള ഒരു നിലപാടാണ് ഇന്നത്തെ സൊസൈറ്റിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരിക്കലും ഒരു കാലത്തും സമത്വം എവിടെയും ചെയ്യാൻ പറ്റില്ല. അവിടെ ഒരു വിവേചനം ഉണ്ടായിരിക്കും. ഈവൺ ഒരു ഓഫീസിൽ നമുക്ക് നോക്കിയാൽ എല്ലാവർക്കും ജനറൽ മാനേജർ ആവാൻ പറ്റുമോ? അല്ലെങ്കിൽ എല്ലാവർക്കും മാനേജിംഗ് ഡയറക്ടർ ആവാൻ പറ്റുമോ? അല്ലെങ്കിൽ എല്ലാവർക്കും മാനേജർ ആവാൻ പറ്റുമോ? എന്താണ് അഭിപ്രായം? ഹരേ കൃഷ്ണ. ഈവൺ മെറ്റീരിയലി സ്പീക്കിംഗ് എല്ലാവർക്കും നമുക്ക് ഈക്വാലിറ്റി കൊടുക്കാൻ പറ്റുമോ? നമ്മൾ എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ, ചില മാനദണ്ഡങ്ങളില്ലേ? ഒരാളെ ഒരു ഓഫീസിൽ നിയമിക്കുമ്പോൾ ഒരു മാനദണ്ഡമില്ലാണ്ട് അയാൾക്ക് ഒരു മാനേജർ പോസ്റ്റ് കൊടുക്കുമോ? ഹരിബോൾ. സുജയ് പ്രഭു. ഇല്ല പ്രഭുജി. സുജയ് പ്രഭുവിന് എന്ത് അവിടെ ഇല്ല? മുങ്ങി അവിടുന്ന്. ഇല്ല, സുജയ് പ്രഭുവിന് മാനേജറുടെ കോള് വന്നു, പ്രഭുജി മാനേജറുടെ കാര്യം പറഞ്ഞതും. ഓക്കെ. സർവപാലക് പ്രഭു, എന്താണ് പ്രഭുവിന്റെ അഭിപ്രായം? പ്രഭുജി, പ്രഭു ഇപ്പൊ ഒരു എഞ്ചിനീയർ ആയിട്ട് അവിടെ ജോലി ചെയ്യുന്നു അല്ലേ, കമ്പനിയില്. എന്ത് മാനദണ്ഡത്തിലാണ് പ്രഭുവിന് ആ ജോലി കിട്ടിയത്? ക്വാളിഫിക്കേഷൻ അല്ലേ? ക്വാളിഫിക്കേഷൻ പ്രകാരം തന്നെയാണ് ഇതിന്റെ ഡിവിഷൻ വരുന്നത്. അല്ലാതെ നമുക്ക് എല്ലാവർക്കും ഈക്വൽ ഒരു പൊസിഷൻ കൊടുക്കാൻ ഉള്ള ഒരു സംവിധാനം ഇല്ല. അങ്ങനെ ചെയ്യാവുന്നത് ശരിയല്ലല്ലോ. അപ്പൊ അവിടെ ഇവർ ഭൗതിക ലോകത്തില് നമ്മള് ഈ ഇങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ, ഇറ്റ്സ് നോട്ട് എ ഡിസ്ക്രിമിനേഷൻ, ആൻഡ് ചില ക്രൈറ്റീരിയ വെക്കുന്നു. അപ്പൊ എന്തുകൊണ്ട് സ്പിരിച്വാലിറ്റിയിൽ ചെയ്യാൻ പറ്റില്ല? അപ്പോൾ ഒരു അഡ്വൈസർ പറഞ്ഞാൽ, അത് സ്പിരിച്വലായിട്ട് അഡ്വൈസ് ചെയ്യുന്ന ഒരാൾക്ക് അതിനുള്ള ക്വാളിറ്റീസ് വേണ്ടേ, ക്വാളിഫിക്കേഷൻ വേണ്ടേ? അപ്പൊ സ്പിരിച്വലായിട്ട് അഡ്വൈസ് ചെയ്യുന്ന ആള് ഒരു സത്വഗുണത്തിലായിരിക്കണം. അപ്പൊ അവരാണ് ബ്രാഹ്മണന്മാര്. അപ്പൊ അതിലെന്താ തെറ്റ്? അതേപോലെ പൊളിറ്റീഷ്യൻസ് അവരെന്തായിരിക്കണം? അവർ ഭരണം കൈകാര്യം ചെയ്യാൻ അറിയുന്ന ആൾക്കാരായിരിക്കണം. അപ്പൊ അവരാണ് ക്ഷത്രിയന്മാര്. അവര് രജോ ഗുണത്തിലായിരിക്കും. കാണിച്ചാൽ രജോ ഗുണത്തിലുള്ളവർക്ക് മാത്രമാണ് വയലൻസ് ചെയ്യാൻ പറ്റൂ. വയലൻസ് ആവശ്യമാണ് ഭരിക്കണം എന്നുണ്ടെങ്കിൽ. വയലൻസ് ഇല്ലാണ്ട് നമുക്ക് ഭരിക്കാൻ പറ്റുമോ നാട്? അവിടെ ചില വേണ്ട സമയത്ത് ഹിംസ ചെയ്യേണ്ടി വരും. അതേപോലെ വൈശ്യന്മാര്, അവരുടെ എന്താണ് ജോലി? കൃഷി, വാണിജ്യം. ഓക്കെ, മെർക്കൻഡൽ ക്ലാസ് ആണ് അവര്. അപ്പൊ അവരും അത്യാവശ്യമാണ്. പിന്നെ ശൂദ്രന്മാര്, ലേബേഴ്സ്. ഓക്കെ, എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വർണ്ണമാണ്.
അപ്പൊ ഇത് തെറ്റല്ല, പക്ഷെ ഇതിനെ തെറ്റായി ചിത്രീകരിച്ച് അവര് സാധാരണ ആൾക്കാർ ഇതെല്ലാം ഊഹാഭോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയതാണ്, ഇതൊന്നും ആവശ്യമില്ല, എല്ലാവർക്കും സമത്വം കൊടുക്കണം, നമ്മളെല്ലാവരും മനുഷ്യരാണ്, എന്തിനാണ് ഇങ്ങനെ വർണ്ണം തരം തിരിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയും. പക്ഷെ ഇതില്ലാണ്ട് ഈവൻ നമ്മളുടെ ഭൗതിക ലോകത്തിലും ഒരു ഓഫീസിൽ പോയാലും അവിടെ ഒരു തരം ഒരു തിരിവുണ്ടല്ലേ, അവരും അവിടെ ക്വാളിഫിക്കേഷൻ്റെയും എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ആ വ്യത്യാസങ്ങൾ കാണിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഇതിൽ പറ്റില്ല, അത് ആരും മനസ്സിലാക്കുന്നില്ല. സോ ഇതാണ് ഇവിടെ പ്രഭുപാദ പർപ്പോട്ടിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത്. അപ്പം ഈ നാല് വർണ്ണങ്ങളും 4 ആശ്രമങ്ങളുമാണ് ഭഗവാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഗുണത്തിൻ്റെയും കർമ്മത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. ഹരേ കൃഷ്ണ. സോ എന്തെങ്കിലും പോയിന്റ്സ്? മനോജ് പ്രഭു, എന്തെങ്കിലും കമന്റ്സ്? ഒരു ഡൗട്ട് ഉണ്ട് പ്രഭുജി. അത് ഈ ആനിമൽസിനെ കൊല്ലുന്നത് ഒരു സപ്പോർട്ടീവായിട്ട് പറഞ്ഞില്ലേ, അത് എനിക്ക് അത്ര ക്ലിയർ ആയില്ല പ്രഭുജി. അത് പാപമല്ലേ നമ്മൾ ചെയ്യുന്നത്? അതായത് ഇപ്പോ അനിമൽ കൊല്ലുന്ന കാര്യം ഇപ്പോ ആ സാക്രിഫൈസ് കലികാലത്തിൽ പറഞ്ഞിട്ടില്ലേ പ്രഭുജി? കലികാലത്തില് അനിമൽ സാക്രിഫൈസ് പറഞ്ഞിട്ടില്ല. അതിന് ക്വാളിഫിക്കേഷൻ ഉള്ള ബ്രാഹ്മണന്മാരോ ആരും ഇപ്പൊ കലികാലത്ത് ജീവിച്ചിരിക്കുന്നത് അത് പറഞ്ഞിട്ടില്ല. അന്നത്തെ കാലത്ത് ഫോർ എക്സാമ്പിൾ പ്രഭുവിന്റെ നമ്മളൊരു സിമ്പിൾ ആയിട്ട് പ്രഭു ഒരു ഓഫീസില് ജോലി ചെയ്യാണ്. ഓക്കെ, പ്രഭു ഒരു ലോവർ ലെവലിലാണ് ജോലി ചെയ്യുന്നത്. പക്ഷെ പ്രഭുവിന് നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ട്. ഓക്കെ, യു ആർ എ ഗുഡ് പേഴ്സൺ. ആ ലോവർ ലെവലുള്ള ആ ജോലി വിട്ടിട്ട് ഒരു ഹയർ ലെവലുള്ള ഒരു ജോലി തരുന്നത് നല്ലതാണോ ചീത്തയാണോ? നല്ലത് തന്നെ പ്രഭു. പക്ഷെ അതിന് ടെസ്റ്റിംഗ് ആയിട്ടല്ലേ കൊല്ലുന്നതെന്ന് പറയുന്നത്. അതന്നെ, ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു നോക്കൂ. അതായത് സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ ഒരു ആയുധം കൊണ്ട് തലവെട്ടി സാക്രിഫൈസ് അല്ല ചെയ്യുന്നത്, മന്ത്രം കൊണ്ട് അവരുടെ ജീവൻ എടുക്കുകയാണ്. മന്ത്രം ഉച്ചരിച്ചിട്ട് ബ്രാഹ്മണന്മാരെ അവരുടെ ക്വാളിറ്റി, അവരുടെ യോഗ്യത കൊണ്ട് ഒരു മന്ത്രം ഉച്ചരിച്ചിട്ട് അവരുടെ ജീവൻ കളഞ്ഞ് അവർക്ക് മനുഷ്യജന്മം, അല്ലാണ്ട് ഒരു ആയുധം ഉപയോഗിച്ചിട്ട് അവരെ തല അറുത്തിട്ട് അവരുടെ ജീവൻ ഹോമിക്കല്ല ചെയ്യുന്നത്. അവിടെ മന്ത്രം കൊണ്ടാണ് അത് ചെയ്യുന്നത്. അപ്പോ അവിടെ എന്നിട്ട് അവർക്ക് ഒരു നല്ലൊരു പൊസിഷൻ കൊടുക്കുകയാണ്, ഒരു മനുഷ്യജന്മം കൊടുക്കുകയാണ്. ഇപ്പൊ ഒരു മൃഗത്തിന്റെ ജന്മത്തിൽ നിന്ന് മനുഷ്യജന്മം കിട്ടുന്നത് എത്രയോ നല്ല കാര്യമല്ലേ? നമ്മൾ സാക്രിഫൈസ് ചെയ്യാന്ന് പറയുന്നാൽ ഇപ്പൊ നമ്മൾ കേൾക്കുന്ന ആ സാക്രിഫൈസ് അല്ല, ഈ റംദാനിന് കാണുന്ന ഈദിന് കാണുന്ന സാക്രിഫൈസ് അല്ല. നമ്മളെ മനസ്സങ്ങോട്ടേ പോകത്തുള്ളൂ. അതാണ് വ്യത്യാസം. അപ്പൊ ബ്രാഹ്മണന്മാരുടെ അന്നത്തെ കാലത്തെ ഇതിനു മുമ്പത്തെ യുഗങ്ങളിലെ, അതായത് എസ്പെഷ്യലി ത്രേതായുഗത്തിലുള്ള ഇതാണ്, അവിടെയാണ് ഹോമം യജ്ഞം പറഞ്ഞിരിക്കുന്നത്. ഇത് ത്രേതായുഗത്തിൽ പറഞ്ഞിരിക്കുന്ന യജ്ഞത്തിന്റെ കാര്യമാണ് പറയുന്നത്. അവരെ ഹോമിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് റീജുവിനേഷൻ ചെയ്യുക, അവർക്ക് പുതിയൊരു ശരീരം കൊടുക്കുക, അതുവഴി ബ്രാഹ്മണന്മാരുടെ ആ മന്ത്രശക്തി ടെസ്റ്റ് ചെയ്യുക, അവർ എത്രത്തോളം അവരുടെ മന്ത്രശക്തി ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്യാണ്. അപ്പൊ അവരെ എന്താ പറയുക, അവരെ ബുദ്ധിമുട്ടിക്കല്ല ചെയ്യുന്നത്, അവർക്ക് നല്ല ജന്മം കൊടുക്കുകയാണ് ഈ സാക്രിഫൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ചൈതന്യ മഹാപ്രഭു ചാന്ദ് കാസിയും തമ്മിലുള്ള ആ ഒരു സംവാദത്തിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഈവൻ ആ സംവാദത്തിൽ പറയുന്നുണ്ട്, അതായത് നിങ്ങളുടെ ഇവിടുത്തെ അവരുടെ ഗ്രന്ഥം, ഇവിടെ നമ്മൾ താമസിക്കുന്ന, ഞാൻ പേര് പറയുന്നില്ല, അവരുടെ ഗ്രന്ഥം അതിൽ ഒരുപാട് തെറ്റുകൾ ഉണ്ടെന്നാണ് പറഞ്ഞത് ചൈതന്യ മഹാപ്രഭു. ഒരുപാട് ഫ്ലോസ് ഉണ്ട്, ഒരുപാട് മിസ് ഇന്റർപ്രിട്ടേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് അവനവന്റെ ഇതിന് വേണ്ടിയിട്ട്, കൺവീനിയൻസിന് വേണ്ടിയിട്ട്, വ്യക്തി താല്പര്യത്തിന് വേണ്ടി ഒരുപാട്, ഒന്നില്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ട്, അല്ലെങ്കിൽ പർപ്പസ്ലി അതിനെ ഒരുപാട് മിസ് ഇന്റർപ്രിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിന്റെ പിന്നാലെ പോകരുതെന്ന് പറയുന്നുണ്ട്. ഇത് തെറ്റല്ല, പക്ഷെ അതിലത്തെ ഇന്റർപ്രിട്ടേഷൻ ഒരുപാട് തെറ്റുകളുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതാണ് നമ്മൾ സാക്രിഫൈസ്, അനിമൽ സാക്രിഫൈസിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ആയുധം ഉപയോഗിച്ചിട്ട് അവരുടെ തല അറക്കല്ല, നമ്മുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് അല്ലാണ് അത് ചെയ്യുന്നത്, അവർക്ക് ഗുണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരിക്കലും ആ ലിവിങ് എൻറ്റിറ്റിക്ക് ഒരു ദോഷം വരുന്നില്ല. ഹരേ കൃഷ്ണ പ്രഭു, ഞാനും അത് പറയൂ പ്രഭുജി. അല്ല പ്രഭു പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാം പ്രഭു. അപ്പൊ അതുകൊണ്ട് കലിയുഗത്തിലെ
ഇത് പറഞ്ഞിട്ടില്ല, അനിമൽ സാക്രിഫൈസ് പറഞ്ഞില്ല. അതിന് യോഗ്യതയുള്ള ബ്രാഹ്മണന്മാരോ ഇല്ല ഈ കലിയുഗത്തിലില്ല. പിന്നെ ഈ കലിയുഗത്തിന്റെ ഒരു മെത്തേഡും അല്ല, ഓക്കെ, പ്രോസസ്സും അല്ല. കലിയുഗത്തിൽ നാമസങ്കീർത്തനം പറഞ്ഞ അതും ഒരു യജ്ഞമാണ്. കലിയുഗത്തിൽ എന്താണ് മെത്തേഡ് പറഞ്ഞിരിക്കുന്നത്? നാമസങ്കീർത്തനം. അപ്പൊ നമുക്കറിയാം, കൃതേ ധ്യായതവും വിഷ്ണു ത്രേതായം യജതോ മഖേ ദ്വാപരേ പരിചര്യായം കലൗ തത് ഹരികീർത്തനാഥ്. എന്താണ് കൃതേ ധ്യായതവും വിഷ്ണു? എന്താണ് ധ്യാനിക്കാണെന്ന് പറഞ്ഞത്? കൃതയുഗത്തില് സത്യയുഗത്തില് നമ്മൾ ധ്യാനം കൊണ്ടാണ് നമ്മളുടെ സ്പിരിച്വൽ ആ ഒരു എലിവേഷനിലേക്ക് നമ്മൾ പോകുന്നത്, ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക്. ത്രേതായം യജതോ മകൈ, ത്രേതായുഗത്തിലെ യജ്ഞങ്ങളാണ്. അപ്പൊ അതിൽ ഈ ഹരികീർത്തനാഥ്. അപ്പൊ ത്രേതായുഗത്തില് യജ്ഞങ്ങളാണ്, ഹോമങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്രോസസ്സ് കലിയുഗത്തില് പാടില്ല. ദ്വാപര പരിചര്യായം, ദ്വാപരത്തില് ടെമ്പിൾ വർഷിപ്പാണ് പറഞ്ഞിരിക്കുന്നത്. കലൗ തത് ഹരികീർത്തനാഥ്. അപ്പൊ ഈവൺ അത് വേണമെന്ന് വെച്ചാൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല കലിയുഗത്തിൽ. അതിനുള്ള യോഗ്യന്മാരായിട്ടുള്ള ബ്രാഹ്മണന്മാര് ഇപ്പൊ ഇല്ല. അങ്ങനെ മന്ത്രം കൊണ്ട് ഹോമം ചെയ്ത് അവരെ റീജുവിനേറ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ബ്രാഹ്മണന്മാര് ഇന്ന് അവൈലബിൾ അല്ല. അന്ന് മന്ത്രം കൊണ്ട് ഹോമകുണ്ടങ്ങള് യജ്ഞകുണ്ടങ്ങള് അവര് കത്തിച്ചിരുന്നു. മന്ത്രം ഇപ്പൊ നമുക്ക് തീപ്പെട്ടി വേണ്ടേ? ചെയ്യാൻ പറ്റുമോ? മന്ത്രം കൊണ്ടാണ് അവർ ചെയ്യുന്നത് യജ്ഞകുണ്ടങ്ങളൊക്കെ. ഇപ്പോ ഇന്ന് എന്താ പറയാ, സാക്ഷി പറയുന്നത് പോലെ എല്ലാവരും വായലാണ് അഗ്നിഹോത്രം. Okay, so that's the difference. മഹാഭാരതം സീരിയലിൽ കണ്ടിട്ടുണ്ട് പ്രഭുജി, മന്ത്രം കൊണ്ട് കത്തിക്കുന്നു. അപ്പൊ അങ്ങനത്തെ സമയമാണെങ്കിൽ ഓക്കെ. സുജയ് പ്രഭു, you wanted to say something? പ്രഭു അത് തന്നെയായിരുന്നു പ്രഭു. കുറച്ച് മൈക്കിലേക്ക് പറയൂ പ്രഭുജി. പ്രഭു, ഇന്നലെ പരീക്ഷിത് മഹാരാജന്റെ ടോപ്പിക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കേൾക്കുന്നില്ല പ്രഭു? കേൾക്കുന്നുണ്ട്. അതിനകത്ത് വായിക്കായിരുന്നു പ്രഭു, ഇതേപോലെയാണ് ഈ ക്രിസ്ത്യൻസിന്റെ ബൈബിളില്ല പ്രഭു. അതിനകത്ത് പണ്ടത്തെ എന്നുവെച്ചാ ഒത്തിരി വർഷങ്ങൾക്ക് പഴക്കമുള്ള പണ്ടത്തെ ഈ ബൈബിളിന്ന് അവര് ഇതിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് അവര് പല വാക്കുകളില് ഒരുപാട് ഇന്റർഫറൻസ് വന്നിട്ടുണ്ട് പ്രഭു. അപ്പൊ അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഫുഡിനെയൊക്കെ അവര് മീറ്റ് ആക്കി. മനസ്സിലായോ പ്രഭു? അങ്ങനെയാണ് ഗ്രാജുവലി ആ ഒരു ചേഞ്ച് വരുന്നത്. മനസ്സിലായോ പ്രഭു? ശരിക്കും ഓൾഡ് ടെസ്റ്റ്മെന്റ് ടു ന്യൂ ടെസ്റ്റ്മെന്റ്. അതെ, അതിനകത്ത് അപ്പൊ നമ്മൾ നമ്മുടെ ഇന്റർഫറൻസ് വരുന്നുണ്ട് പ്രഭു വേർഡ്സിലെ. അപ്പൊ അതിനകത്ത് ഫുഡ് എന്ന് പറയുന്നതൊക്കെ ഇവിടെ മീറ്റ് ആക്കി മാറ്റി. അങ്ങനെ ഓരോരോ വാക്കുകളും അങ്ങനെ എന്തായി, അൾട്ടിമേറ്റ്ലി വന്ന് നോക്കിയപ്പോഴേക്കും ഉദ്ദേശിച്ചത് വേറെ എന്തോ ആണ്, എഴുതി തീർന്നു കഴിഞ്ഞപ്പോ സംഭവം വേറെ എന്തോ ആയി പ്രഭു. അതാണ് നമ്മളുടെ എന്താ പറയാ, ഇതിനെ ലിക്കറാക്കി. എന്തിനെ അതില് ടെസ്റ്റ്മെന്റിലെ മെനു അങ്ങ് മാറ്റി കളഞ്ഞു പ്രഭു. അത് നമ്മുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് എഴുതി ചേർത്തു പ്രഭു, അല്ലേ? മുന്തിരിങ്ങ ചാറിനെ അവർ വൈനാക്കി, ലിക്കറാക്കി. പഴകിയപ്പോ ലിക്കറായി പോയതാ പ്രഭു. അപ്പൊ പിന്നെ അത് ഓക്കെ, സഫർ, ലാസ്റ്റ് സഫർ. ശരിക്കും ആലോചിക്കായിരുന്നു പ്രഭു, നമ്മുടെ സെൻസസിനെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് അറ്റം വരെയാ പോകുന്ന പ്രഭു, അല്ലേ? വി ആർ റെഡി ടു എന്താണ് പറയാ, ഇന്റർഫിയർ ആൻഡ് മിങ്കിൾ അറൌണ്ട് വിത്ത് ദ കമാൻഡ്മെന്റ്സ് ഓഫ് സുപ്രീം, അല്ലേ പ്രഭു? ഭഗവാന്റെ അവിടുന്ന് വരുന്ന ആ കമാൻഡ്മെന്റ്സ് വരെ നമ്മള് നമ്മുടെ കാര്യങ്ങൾ നടക്കണം. അത് നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ വേണമെങ്കിൽ അതിനെ മിസ് ഇന്റർപ്രറ്റ് ചെയ്തിട്ട്, പക്ഷെ അത് പിന്നെ കാലശേഷം അതായിട്ട് മാറുന്നു. അപ്പോ അതായത് ഭക്ഷണം കഴിക്കുക, അതിനെ മീറ്റാക്കി മാറ്റി, അതപ്പോ മീറ്റായി. അതായത് അങ്ങനെ ഈ ഈവൻ ഇവിടുത്തെ ഇതും തന്നെ, അതായത് അങ്ങനെ കൊല്ലണമെങ്കിൽ ലോവർ അനിമലെ കൊല്ലണം എന്ന് പറഞ്ഞിട്ടാണ്. ഒരു ഉദാഹരണത്തിനാണ് ഒരു ആട്ടിൻകുട്ടിയെ ഇതാക്കിയത്. അതിനെ കൊല്ലണം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. എന്തിനാണ് അവിടെ ആ സറണ്ടറൻസ് ലെവൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബലി കൊടുക്കാൻ പറഞ്ഞത്.
പക്ഷെ ആ സറണ്ടൻസ് ലെവല് അവരെ അക്സെപ്റ്റ് ചെയ്യുക, അത് മനസ്സിലാക്കിയോ, ആ മനുഷ്യനെ അതിനെ ആടാക്കി മാറ്റി. അപ്പൊ അതുകൊണ്ട് ആടിനെ കൊല്ലണം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനെ അവർ മിസ്ഇന്റർപ്രറ്റ് ചെയ്തു. അല്ല പ്രഭു, ഞാൻ വായിച്ച കൂട്ടത്തില് ഇവിടുത്തെ മേജർ ആയിട്ടുള്ളതും കൂടിയിട്ട് പറഞ്ഞിട്ടുണ്ട് പ്രഭു. അതിനകത്തും പറയുന്നുണ്ട് നമ്മള് അങ്ങനെ എന്ന് വെച്ചാൽ നമ്മുടെ ഫെലോ ലിവിങ് എൻറ്റിറ്റീസിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നവര് ഓട്ടോമാറ്റിക് ആയിട്ട് അവരുടെ സോ അവരെ റെസ്പെക്ട് ചെയ്യും എന്നുള്ള രീതിയിൽ തന്നെ എഴുതിയിട്ടുണ്ട് പ്രഭു. ഇതെല്ലാം മാറി മാറി വരുന്നതാ പ്രഭു. റിയലി പ്രഭുജി, റീസെന്റ് ആയിട്ട് ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് പ്രഭുജി. അവരുടെ 10 കൽപ്പനയില് കൊല്ലരുതെന്നുണ്ടല്ലോ, ദോ ഷാൽ നോട്ട് കിൽ എന്നുള്ളത് മാറ്റിയിട്ട്